രാജ്യം നാളെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. 94 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീവ്ര വർഗീയത പറഞ്ഞുകൊണ്ട് BJP തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഈ പ്രചരണ വേളയിൽ കാണാൻ കഴിഞ്ഞത് എന്നതാണ്. അതിൽ ഇന്ന് നമ്മൾ കണ്ടത് യോഗി ആദിത്യനാഥിന്റെ അതിതീവ്രമായ വർഗീയ പ്രചരണം മധ്യപ്രദേശിൽ കാണാൻ കഴിഞ്ഞു എന്നതാണ്. പരാജയ ഭീതിയിൽ മോദിയുടെ ഗ്യാരണ്ടിയൊക്കെ മറന്ന് വീണ്ടും വർഗീയതയിലേക്കും തീവ്ര വർഗീയ പ്രചരണങ്ങളിലേക്കും ചൂടുമാറ്റിയിരിക്കുകയാണ് BJP. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. ദില്ലിയിൽ നിന്ന് ജിൽബി തയ്യാറാക്കിയ റിപ്പോർട്ട്. മനു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 94 മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുക. അതായത് മാസങ്ങൾ നീണ്ട വീറും വാശിയും നിറഞ്ഞ പ്രചരണങ്ങൾക്ക് ശേഷം ഇരു മുന്നണികളും വലിയ പ്രതീക്ഷയോടെയാണ് നാളെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതായത് ആദ്യ 2 ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിലെല്ലാം BJP നേതാക്കളും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ഈ ആദ്യ 2 ഘട്ട പോളിംഗിലും BJP പിന്നോട്ട് പോകുന്ന ആശങ്കയെ തുടർന്നാണ് ഇത്തരത്തിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ട് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ നീക്കവുമായിട്ട് BJP നേതാക്കൾ ഇത്തരത്തിൽ വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധത സ്ഥിരമായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പ് റാലിയിലെ പ്രസംഗങ്ങളിലും നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും സമാനമായ രീതിയിൽ വർഗീയത കടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഔറംഗസേബിന്റെ നയങ്ങളാണെന്നും അതുപോലെ തന്നെ പശുമാംസം അവകാശമാക്കുമെന്നും ആണ് ഇപ്പോൾ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞത്. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കുടിക്കാനും അതുപോലെ തന്നെ കഴിക്കാനും സ്വാതന്ത്ര്യം നൽകുമെന്നാണ് കോൺഗ്രസ് പറയുന്നതെന്നും അതുപോലെ തന്നെ ഗോഹത്യയെ പോലും അനുകൂലിക്കും വിധം കോൺഗ്രസ് തരം താഴ്ന്നു തുടങ്ങിയ വർഗീയ പ്രചരണങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകളാണ് യോഗി ആദിത്യനാഥ് തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയ രീതിയിൽ ആശങ്ക ആക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ തെളിവാണ് അവർ വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അവരുടെ മറാത്തിയിലെ ഒരു പരസ്യത്തിൽ പോലും ഇത്തരത്തിലുള്ള വർഗീയത കാണാൻ സാധിക്കും. കാരണം പരസ്യത്തിലെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ വോട്ട് ആഘോഷിക്കേണ്ടത് ഇന്ത്യയിലാണോ അതോ പാകിസ്ഥാനിലാണോ എന്നുള്ള പരസ്യവാചകം തന്നെ വർഗീയത ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എന്നത് വലിയ രീതിയിൽ വിമർശനം ഉണ്ടാക്കുന്നുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധതയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർഗീയ പ്രചരണവുമായിട്ട് BJP മുമ്പോട്ട് പോകുമ്പോൾ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക അതിക്രമം, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ, കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നത് തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഉയർത്തുകയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഈ പ്രചരണ വേളകളിലൊക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇരു മുന്നണികളും വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത്തരത്തിൽ ഈ പോളിംഗ് ശതമാനം കുറയുന്നത് നാളെ ഇപ്പോൾ ഗുജറാത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നാളെ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തലുമുണ്ട്. അതുപോലെ തന്നെ മറ്റ് കർണാടകയിലെ അവശേഷിക്കുന്ന 14 മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10 എന്നീ സീറ്റുകളിലേക്ക് നാളെ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ BJP വിവിധനായ രംഗത്തുള്ള KS ഈശ്വരപ്പ, കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയ പ്രമുഖരെല്ലാം നാളെ ജനവിധി തേടുന്നുണ്ട്. മനു.